ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ആശയക്കുഴപ്പവും ആശങ്കയും ലീഗിനുണ്ടായിരുന്നു. പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മുതിർന്ന നേതാവ് കളം മാറ്റിയത് ഈ ആശങ്കയ്ക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. പൊന്നാനിയിൽ ലീഗിന് തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായത്. ലീഗ് തട്ടകത്തിൽ നിന്ന് തന്നെ ഒരാൾ പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥിയെ എത്തുന്നു. സമസ്തയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ എന്നിവയെല്ലാം തിരിച്ചടിയാകുമെന്ന് ഒരുപക്ഷെ ലീഗ് നേതൃത്വം പോലും ഭയന്നിട്ടുണ്ടാവും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം ലീഗിന് മധുരം സമ്മാനിച്ചു. മാത്രമല്ല, മലബാർ മേഖലയിൽ UDFിനുണ്ടായ വലിയ മുന്നേറ്റം ലീഗിൻ്റെ ചിട്ടയായ പ്രവർത്തനം കൊണ്ടാണെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ കോട്ടകൾ ഇളക്കം തട്ടാതെ നിന്നു. മാത്രമല്ല, മലപ്പുറത്തും പൊന്നാനിയിലും ചരിത്ര നേട്ടമാണ് ലീഗിന് ലഭിച്ചത്. ഇടത് കേന്ദ്രങ്ങളിൽ പോലും വിള്ളൽ വീഴ്ത്തിയായിരുന്നു ലീഗിൻ്റെ മുന്നേറ്റം. 3,118,018 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ വിജയിച്ചത്. 2,35,760 വോട്ടുകളാണ് പൊന്നാനിയിൽ സമദാനിക്ക് ലഭിച്ചത്. ഇരു മണ്ഡലങ്ങളിലെയും ലീഗിൻ്റെ തന്നെ മുൻ റെക്കോർഡുകൾ തിരുത്തിയാണ് ഇരുവരുടെയും വിജയം. തമിഴ്നാട് രാമനാഥപുരത്തും വൻ വിജയമാണ് ലീഗ് നേടിയത്. രാമനാഥപുരത്ത് മുൻ മുഖ്യമന്ത്രി കൂടിയായ O പനീർസെൽവത്തെയാണ് 1,65,292 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ലീഗിൻ്റെ നവാസ് ഖനി തോൽപ്പിച്ചത്. മത്സരിച്ച 3 സീറ്റിലും വൻ വിജയം സ്വന്തമാക്കാൻ ലീഗിന് കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടേത് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷമാണ് ET മുഹമ്മദ് ബഷീറിൻ്റേത്. പരമാവധി 1 ലക്ഷം പൊന്നാനിയിലും മലപ്പുറത്ത് 2 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷവുമാണ് ലീഗ് നേതൃത്വം കണക്കുകൂട്ടിയത്. എന്നാൽ നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ച വിജയമാണ് ലീഗിന് ലഭിച്ചത്. പൗരത്വ ഭേദഗതി നിയമമടക്കം തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയാണ് ഇടതുപക്ഷം പ്രചാരണം നടത്തിയത്. ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ UDFിനും NDAയ്ക്കുമായി പോയാലും മുസ്ലിം വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷം നടത്തിയത്. CAA ഉൾപ്പെടെയുള്ള ദേശീയ വിഷയങ്ങളിൽ കോൺഗ്രസിനെ ഇടതുപക്ഷം പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്തു. എന്നാൽ ദേശീയ വിഷയങ്ങളുടെ ഗുണം ലഭിച്ചത് ലീഗിനാണെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം മലപ്പുറം ജില്ലയിൽ പിഴച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വെറും 38 വോട്ടിന് വിജയിച്ച പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇത്തവണ 26,000-ലധികം വോട്ടിൻ്റെ ലീഡാണ് ലീഗിന് ലഭിച്ചത്. CPM ലീഡ് പ്രതീക്ഷിച്ച മങ്കടയിൽ ലീഗിൻ്റെ ഭൂരിപക്ഷം 41 കടന്നു. മലപ്പുറം ജില്ലയിൽ ഇടതുകോട്ടകളായ തവനൂരും നിലമ്പൂരും പൊന്നാനിയുമെല്ലാം ഇടതുപക്ഷത്തെ കൈവിട്ടു. SDPIയും വെൽഫെയർ പാർട്ടിയും മത്സരരംഗത്തില്ലാതിരുന്നതും ലീഗിന് തുണയായി. സമസ്ത ലീഗ് തർക്കമായിരുന്നു ലീഗ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ സമസ്തയുടെ ബഹുഭൂരിപക്ഷം വോട്ടുകളും ലീഗിന് തന്നെ ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതൃത്വം വെല്ലുവിളികൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു. നേതൃത്വം തന്നെ അടിത്തട്ടിലിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചു. ഇതെല്ലാം ലീഗിന് ഗുണം ചെയ്തു. UDFിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയ കണ്ണൂർ, ഷാഫി പറമ്പിൽ മത്സരിച്ച വടകര, കാസർഗോഡ് മണ്ഡലങ്ങളിലെല്ലാം വലിയ മുന്നേറ്റമാണ് UDF നടത്തിയത്. ഈ നേട്ടത്തിൽ ലീഗിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്നാണ് വിലയിരുത്തൽ. K. സുധാകരൻ്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സുധാകരൻ്റെ പ്രസ്താവനകളും അല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കിയെങ്കിലും കണ്ണൂരിൽ അതൊന്നും പ്രതിഫലിച്ചില്ല. കണ്ണൂരിൽ ലീഗ് മാസങ്ങൾക്ക് മുന്നേ ഒരുക്കം തുടങ്ങിയതായി ജില്ലാ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. K. സുധാകരൻ്റെ ചില പ്രസ്താവനകൾ മുന്നണിയിലും പ്രവർത്തകരിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ച സമയത്തായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതൊക്കെ മറികടന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തിരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി നടത്തിയ ദേശരക്ഷാ യാത്രയോടെയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 11 ദിവസങ്ങളിലായി 82 പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായി യാത്ര കടന്നുപോയി. പാർട്ടിയുടെ സംഘടനാ സംവിധാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവനായി ഉപയോഗിച്ചു. ലീഗ് കേന്ദ്രങ്ങളിൽ വോട്ട് ചേർക്കുന്നതിനായി ഇലക്ഷൻ ഡ്രൈവ് 2024 എന്ന പേരിൽ പ്രചാരണം നടത്തി. വിദേശത്തു നിന്ന് പറ്റുന്നവർക്കൊക്കെ നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ സാഹചര്യമൊരുക്കാൻ ലീഗിൻ്റെ ഗൾഫ് സംഘടനയായ KMCCക്ക് നിർദ്ദേശം നൽകി. ഇത്തരത്തിൽ നിരവധി പ്രവർത്തകർ നാട്ടിലെത്തി വോട്ട് ചെയ്തു. കണ്ണൂർ മേഖലയിലെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ 24 ബൂത്തുകളിൽ മാത്രം K. സുധാകരൻ 9,646 വോട്ടിൻ്റെ ലീഡുണ്ടാക്കാൻ സാധിച്ചു. ഇതൊരു മണ്ഡലത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. മറ്റു മണ്ഡലങ്ങളിലും ചിട്ടയായി പ്രവർത്തിക്കാൻ ലീഗ് മുന്നിട്ട് നിന്നു. അതിൻ്റെ ഫലമാണ് ലീഗിനും UDFിനും ലഭിച്ച തിളങ്ങുന്ന വിജയം. കാസർഗോഡ് 2019 UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചത് 40,438 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. 2024 1,649,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത്. അതായത് ഇരട്ടിയിലധികം ഭൂരിപക്ഷം. മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കാസർഗോഡ് മുസ്ലിം വോട്ടുകളെല്ലാം UDFിന് ഉറപ്പാക്കാൻ ലീഗിൻ്റെ ചിട്ടയായ പ്രവർത്തനം സഹായിച്ചു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ലീഗിനെ LDFിലേക്ക് അടർത്തി മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു.
തുടർന്നും പ്രകടമായി തന്നെ മുസ്ലിം വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത്. മുസ്ലിം പ്രീണന നയമാണ് പിണറായി സർക്കാർ തുടരുന്നത് എന്ന വിമർശനമാണ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉയർത്തിയത്. മുസ്ലിം ലീഗിൽ തന്നെ ഒരു വിഭാഗം LDFിലേക്ക് പോകുന്നതിനെ അനുകൂലിക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ LDFന് കിട്ടിയില്ലെന്ന് മാത്രമല്ല, മുസ്ലിം പ്രീണനത്തിൻ്റെ പേരിൽ ഈഴവ ഉൾപ്പെടെയുള്ള ഹിന്ദു വോട്ടുകൾ LDFന് നഷ്ടമാവുകയും ചെയ്തു. അതാണ് വലിയ തിരിച്ചടിയായത്. CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഇക്കാര്യത്തിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും CPMന് തിരിച്ചടിയാകുമെന്ന കാര്യം വ്യക്തം. ഏറ്റവും ഒടുവിൽ CPMനോട് ചേർന്ന് നിന്ന സമസ്ത പാർട്ടി മുഖപത്രത്തിൽ CPMനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യം തിരിച്ചടിയായെന്നാണ് സമസ്ത മുഖപത്രം എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നത്. ഇതിനെയെല്ലാം എങ്ങനെയാണ് CPM കൈകാര്യം ചെയ്യുന്നതെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.